വർഷിക്കാൻ വന്ന ദേവദാനമണിയമ്മ ആറുമക്കളെ അറ്റുനോക്കി വളർത്തിയോ മണിയമ്മ. അമ്മേ നിൻ കരലാനമേറ്റു നിൻ മക്കളിന്നു ധന്യരായി 80 വർഷം പൂർത്തിയാക്കി നീ ധർമ്മപത്നിയായി തീർന്നില്ലേ. പേരക്കുഞ്ഞുങ്ങൾ നിന്റെ വാത്സല്യം തെന്നുകർന്നു പുണരുമ്പോ ജന്മസാഫല്യം തേടിയെത്തുന്നു ഞങ്ങൾക്കെന്നും പൊന്നമ്മയായി. സ്നേഹപൂമഴ വർഷിക്കാൻ വന്ന ദേവദാന മണിയമ്മ ആറുമക്കളെ അറ്റുനോക്കി വളർത്തിയോ മണിയമ്മ. 100 വർഷങ്ങൾ അപ്പുറം നിന്നെ കണ്ടു ഞങ്ങൾ രമിക്കട്ടെ. രാവുകൾ ചൊല്ലി തന്ന പ്രാർത്ഥന കേട്ടു ഞങ്ങളുണരട്ടെ. നിത്യവും നിന്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയായി കനിയേ. യേശുനായക മേരി അമ്മേ ഞങ്ങളെ കാത്തുകൊള്ളണേ. സ്നേഹപൂമഴ വർഷിക്കാൻ വന്ന ദേവദാനമണിയമ്മ ആറുമക്കളെ അറ്റുനോക്കി വളർത്തിയോ മണിയമ്മ. വേർപിരിഞ്ഞു പോയി മൽപ്രിയ സഖി പാതി ജീവിത പാതയിൽ എന്നിട്ടും ആത്മധൈര്യം പുൽകി ഞങ്ങളെ പരിപാലിച്ചു. സ്നേഹപൂമഴ വർഷിക്കാൻ വന്ന ദേവദാനമണിയമ്മ ആറുമക്കളെ അറ്റുനോക്കി വളർത്തിയോ മണിയമ്മ. ജോസേട്ടൻ്റെ ഹൃദയസ്പർശിയായ ഒരു പാട്ട് കേട്ട് എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനകത്ത് ഒരു ഒറ്റ കാര്യം ജോസേട്ടൻ വിട്ടുപോയി. ഈ 6 മരുമക്കൾ ഞങ്ങള് മരുമക്കളെ നിങ്ങളെ കൂട്ടി മരുമക്കൾ അടുത്ത വർഷം ആയിക്കോട്ടെ. മരുമക്കളെ കൂട്ടി പാടുന്ന ഒരു അഭ്യർത്ഥന ശരിയായില്ല. ശരിയായില്ല. അടുത്ത വർഷം ഞങ്ങൾ കൂട്ടി പാടണം മരുമക്കളെ. പക്ഷേ ജോസിയുടെ ഞാൻ തമാശ പറഞ്ഞതല്ല. പക്ഷേ വളരെ ഹൃദയസ്പർശിയായിരുന്നു ഒരു പാട്ടായിരുന്നു അത്. ജോസിയുടെ ഒത്തിരി അല്ല അത് പോട്ടെ. ജോസിയുടെ ഒത്തിരി അഭിനന്ദനങ്ങൾ. ഒത്തിരി അത് ഇന്ന് കേട്ടവർക്കും ആസ്വദിച്ചവർക്കും അത് അതിൻ്റെ നൊമ്പരം അതിൻ്റെ സത്ത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 6 മക്കളെയും കൊച്ചുമക്കളെയും. പക്ഷെ മരുമക്കളെ എന്നാലും എൻ്റെ ജോസിയേട്ടാ അല്ല എന്നാലും ജോസിയേട്ടാ പ്ലീസ് അടുത്ത പ്രാവശ്യം പാടുമ്പം മരുമക്കളെ മരുമക്കൾ വേണം. മരുമക്കളിൽ എങ്ങനെയാണ് കൊച്ചുമക്കളുണ്ടാകുന്നത്? എല്ലാവരും ഒരു തമാശ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഗോപികൾ കുടിച്ചിട്ട് പാടി കോഫി തേക്കട്ടെ. ജോർജ് ഒരു പാട്ട് പാടുമായിരിക്കും എന്ന് പ്രതീക്ഷയാണ്. ജോർജ് മൈക്കും വയറൊക്കെ ആയിട്ട് വരുന്നത് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചൊരു നല്ല പരിപാടിയാണ് നോക്കിയിട്ട്.
വന്നതിൽ സന്തോഷം. ജോർജിനെ അച്ചുക്കുട്ടൻ പാടിയില്ലെങ്കിലും മയക്കും കൊണ്ട് ഇവിടുന്ന് ജോർജ് പോകുമല്ലോ. അതിനാ